നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരി ക്ലസ്റ്റർ കേരളത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പദ്ധതിയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. 10,000 കോടി രൂപ പദ്ധതിയുടെ ഭാഗമായി പാലക്കാടിന് മാത്രം ലഭിക്കും. പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി അടുത്ത ഏപ്രിലിൽ പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ നിന്ന് 12ഓളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്നും എം.പി. പാലക്കാടിന് പ്രത്യേക കാർഷിക പാക്കേജ് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകും. ദിശ അവലോകന യോഗം ജില്ലാ ആസ്ഥാനത്ത് ചേർന്നു. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. ഊർജ ഉൽപാദനത്തിന് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് വലിയ പ്രാധാന്യം. പാലക്കാട് KCB ഡിവിഷൻ ഉപഭോക്തൃ സംഗമം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മണ്ണൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചത് മണ്ണൂർ വെസ്റ്റ് അകവണ്ട സ്വദേശി മുസ്തഫയുടെ മകൾ സഫ ഫാത്തിമ. പത്തിരിപ്പാല സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ സഫയെ പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരാഴ്ച മുൻപ്. പറളിയിലെ പാടശേഖരങ്ങളിൽ അഴുകൽ രോഗം പടരുന്നു. ഓടന്നൂർ മുണ്ടപ്പാടത്ത് 50 ഏക്കറോളം നെൽകൃഷി നശിച്ചു. കൊയ്ത്തുവേളയിലെ രോഗബാധ കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൊയ്ത്തുകൂലി നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയെന്ന് കർഷകർ. കുളപ്പുള്ളിയിൽ വെറുതെ ഒരു ബസ് സ്റ്റാൻഡ്. സമയനഷ്ടം ചൂണ്ടിക്കാട്ടി ബസ്സുകൾ തടഞ്ഞ സ്റ്റാൻഡ് ഇപ്പോൾ ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രം. സ്റ്റാൻഡിന് പുറത്ത് തിരക്കേറിയ പാതയിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. ബസ് സ്റ്റാൻഡിനെ KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററാക്കാനുള്ള ശ്രമവും എങ്ങും എത്തിയില്ല. ബസ്സുകൾ കയറാതായതോടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളും പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരിയിലെ ക്ലസ്റ്റർ കേരളത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പദ്ധതിയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി ദിശയുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം.പി. ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഏകദേശം 10,000 കോടി രൂപയാണ് പാലക്കാടിന് മാത്രം ലഭിക്കുക. നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും അവലോകന യോഗത്തിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി. ചൂണ്ടിക്കാട്ടി. പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി അടുത്ത ഏപ്രിലിൽ പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ നിന്ന് 12ഓളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും. അട്ടപ്പാടിയിൽ പോലും നിരവധി കേന്ദ്ര പദ്ധതികളിലൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടിന് കാർഷിക പാക്കേജ് വേണം. തൊഴിലുറപ്പ് പദ്ധതി, റെയിൽ വികസനം തുടങ്ങി വിവിധ പദ്ധതികളിൽ കേന്ദ്രം കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റണം. അതിന് വിവിധ പദ്ധതികളിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് എം.പി. പറഞ്ഞു. എം.പി. ഫണ്ട് വിനിയോഗത്തിൽ പോലും ആവശ്യമായ തടസ്സങ്ങളും വലിച്ചുനീട്ടലുകളുമാണ് നടക്കുന്നത്. ഇത് മാറണം. മറ്റ് സംസ്ഥാനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി വികസന കാര്യങ്ങൾ കാണുന്നത് പോലെ കേരളത്തിലും വികസനത്തിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണാൻ കഴിയണം. ജില്ലയ്ക്ക് വിമാനത്താവളം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതായും എം.പി. പറഞ്ഞു. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് വികസന കാര്യങ്ങളൊന്നും ഞാൻ മാറ്റിയിരിക്കില്ല. അവിടെ രാഷ്ട്രീയം നോക്കിയില്ല. ഭൂരിപക്ഷം പഞ്ചായത്തിന്റെ എതിർ പാർട്ടിക്കാരുടെ പഞ്ചായത്താണ്. അത് നോക്കിയിട്ടില്ല. അനുകൂല പഞ്ചായത്ത് കുറവാണ്. അങ്ങനെയാണ് പാലക്കാട്. പക്ഷെ അവിടെ ഒരാവശ്യം ജനങ്ങൾ വന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം 1% കലർത്താതെ നാടിന്റെ ആവശ്യമാണ്. അത് ഏത് പാർട്ടി ഭരിക്കുന്നു, ഏത് മുന്നണി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അനുവദിച്ച് നിങ്ങൾക്ക് നോക്കിയറിയാം. 53 പഞ്ചായത്തിലും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഫണ്ട് അനുവദിച്ചത്. ചില പഞ്ചായത്തുകൾ പറഞ്ഞു അത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് വരെയും. അപ്പൊ അതൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്താണ്? നമ്മുടെ നാടിന്റെ വികസനം, പുരോഗതി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ദിശ പ്രൊജക്ട് ഓഫീസർ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അവരുടെ മേഖലകളിൽ നടക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പോരായ്മകളും വീഴ്ചകളും യോഗത്തിൽ ചർച്ചയായി. ഇത്തരം പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നുവന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മണ്ണൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. മണ്ണൂർ വെസ്റ്റ് അകവണ്ട കൊറിയൻ മുസ്തഫയുടെ മകൾ 17 വയസ്സുള്ള സഫ ഫാത്തിമയാണ് മരിച്ചത്. പത്തിരിപ്പാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. 2 ആഴ്ച മുൻപാണ് സഫ ഫാത്തിമയ്ക്ക് പനി സ്ഥിരീകരിച്ചത്. ആദ്യം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കല്ലേക്കാടുള്ള രാജീവ് ഗാന്ധി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഒരാഴ്ച മുൻപ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് സഫ ഫാത്തിമ മരിച്ചത്. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് സഫ ഫാത്തിമ.
മാതാവ് സാബിറ, സഹോദരങ്ങൾ മുസ്താഖ്, ദിൽസാന. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. KSEB പാലക്കാട് ഡിവിഷൻ ഉപഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ബിനിമോൾ. വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ നവീകരണവും നവപദ്ധതികളും നടക്കുന്നുണ്ടെങ്കിലും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്തു വരുന്നത് ഉപഭോക്താക്കൾക്ക് ഭാരം തന്നെയാണ്. പ്രകൃതിദത്തവും അല്ലാത്തതുമായ ഊർജ്ജോൽപാദനത്തിലൂടെ മാത്രമേ ആവശ്യം നിറവേറ്റാൻ കഴിയൂ. ഊർജ്ജം അമൂല്യമാണെന്ന തിരിച്ചറിവിൽ ഊർജ്ജ ഉപഭോഗത്തിൽ കുറവ് വരുത്താനും പാഴാക്കാതിരിക്കാനും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വിജയകരമായതിനു പുറമെ മംഗലം ഡാം പദ്ധതിയുടെ പ്രവർത്തനവും വേഗത്തിൽ ആരംഭിക്കും. ഊർജ്ജോൽപാദനത്തിന് ജില്ലാ പഞ്ചായത്ത് അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള നല്ല ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയായി KSEB മാറിയിട്ടുണ്ട് എന്ന് പറയാതെ നമുക്ക് സാധിക്കില്ല. ഇവിടെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി CEO പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പാലക്കാട് ജില്ല ചില കാര്യങ്ങൾ മുന്നിലാണ് അല്ലേ. പ്രത്യേകിച്ചും KSEBയുടെ കാര്യം എടുത്തു പറയുമ്പോൾ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ജീവനക്കാരുടെ ഒരു മേഖലയായിട്ട് KSEB മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ വിദ്യാഭ്യാസമില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഉപഭോക്താവിന് പോയാൽ ചെയ്യണം അല്ലേ. പക്ഷെ ഞങ്ങളത് നിക്ഷേപിക്കാൻ പോകുന്നു നിങ്ങളത് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ തന്നെ കൃത്യമായി ഉടൈവ് ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുന്ന രീതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗിരിജ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV രാമപ്രകാശ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ B ശെൽവരാജ്, R അർജുൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മേഖലയിൽ CPM ലോക്കൽ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. CPM മരുതൂർ ലോക്കൽ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാർട്ടി ലോക്കൽ സമ്മേളനങ്ങൾ പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്കു കീഴിൽ പുരോഗമിക്കുകയാണ്. CPM മരുതൂർ ലോക്കൽ സമ്മേളനം മരുതൂർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ M വിശ്വനാഥൻ പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം വളരെ പ്രചോദനമായിരിക്കുന്നത് മുതലാളിത്തം എന്ന വ്യവസ്ഥയാണ്. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ആപൽക്കരമായ ഒരുപാട് സാമ്രാജ്യങ്ങൾ പണ്ടിലേക്ക് ആ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ആഗോളവൽക്കരണം. ഈ ആഗോളവൽക്കരണം ഇന്നൊരു പരാജിത വ്യവസ്ഥയാണ് എന്ന് അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2008 ആരംഭിച്ച സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ ഇപ്പോഴേ കിട്ടുന്നില്ലാത്ത വിജയകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ PM വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അയ്യപ്പൻ രക്തസാക്ഷി പ്രമേയവും AM നീരജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. നേതാക്കളായ NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, സുബൈദ ഇസാഖ്, AV സുരേഷ്, M ശങ്കരൻകുട്ടി, MR ജയശങ്കർ, M വിശ്വനാഥൻ, C നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പ്രമേയ അവതരണവും പുതിയ ലോക്കൽ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഏരിയയ്ക്ക് കീഴിൽ ആകെ 15 ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കാറുള്ളത്. നവംബർ 1-2 തീയതികളിൽ കൊടുമുണ്ടയിലാണ് പാർട്ടി ഏരിയ സമ്മേളനം. പാലക്കാട് ജില്ലയിലെ ആദ്യ ഏരിയ സമ്മേളനം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി ഓടന്നൂർ മുണ്ടപ്പാടം പാടശേഖരത്തിലെ 50 ഏക്കറോളം നെൽച്ചെടി കരിഞ്ഞുണങ്ങി. അഴുകൽ രോഗം വ്യാപകം. കൊയ്ത്തുകൂലി കൊടുക്കാൻ പോലും പണമില്ലാതെ പ്രതിസന്ധിയിലായി കർഷകർ. ജൂതി ഉമാവിത്തുകൾ കൃഷിയിറക്കിയതിലാണ് രോഗം വ്യാപകമായി പടർന്നു പിടിച്ചത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ച സ്ഥിതിയിലാണ്. 1 ഏക്കർ കൃഷിയിറക്കാൻ 22,000 രൂപയോളം ചെലവായെന്നും എല്ലാം വായ്പയെടുത്താണ് ചെലവാക്കിയതെന്നും കൃഷി നശിച്ചതോടെ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ചേങ്ങോട് പാടശേഖരത്തിലെ കർഷകനായ മമ്മു പറഞ്ഞു. മുണ്ടപ്പാടം വരയ്ക്കും ഒരു 50 ഏക്കർ സ്ഥലമുണ്ട് ഇതില്. ഇതാണ് നമ്മുടെ 1 ഏക്കർ സ്ഥലം. ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ഇതിന് ഒരു 5 പറക്കിപ്പുറത്തുള്ളൂ. ഏത് വിത്താണ്? വിത്ത് ജ്യോതി വിത്ത്. കൃഷിഭവനെ അറിയിച്ചാ? കൃഷിഭവനെ അറിയിച്ചിട്ട് ഇപ്പൊ അവരോടൊന്നും വന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവിടെയൊക്കെ വന്നിട്ട് 2-ാം തീയതി വരെ ഉള്ളതിന്റെ ടൈം പറഞ്ഞു. അതും പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ സമയം 6-ാം തീയതി ഇന്നലെ കഴിഞ്ഞില്ലേ.
ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ട് അത് വരാനുള്ള ഇതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കൃഷി നശിച്ച് കടക്കെണിയിലായ കർഷകർക്ക് കൃഷിവകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് ശരിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകരിൽ നിന്നും നെൽകൃഷിയുടെ പേരിൽ ഇൻഷുറൻസ് തുക മുറ പോലെ കൈപ്പറ്റുന്ന സർക്കാർ കൃഷി നശിച്ചതിന്റെ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യണമെന്നും ഇൻഷുറൻസ് തുക ലഭിക്കാൻ കൃഷിഭവൻ അധികൃതരും പഞ്ചായത്ത് ഭരണസമിതിയും യഥാസമയം ഇടപെടണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം ഭാരവാഹി ശംസുദ്ദീൻ കോട്ടായി ആവശ്യപ്പെട്ടു. വിളയ്ക്കുള്ള അടുത്തൊരു വിള ഇറക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അതിനോടനുബന്ധിച്ചിട്ട് ഈ കൃഷിഭവനും സർക്കാരും ഇത് കണ്ടുകയും ഇത് കാണുകയും ഇതിന് വേണ്ടുന്ന നഷ്ടപരിഹാരങ്ങൾ കൊടുത്ത് കർഷകരെ രക്ഷപ്പെടുത്തുകയും അടുത്ത വിളയിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്താലാണ് ഈ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ കോട്ടായി. കുളപ്പുള്ളിയിൽ വെറുതെ ഒരു ബസ് സ്റ്റാൻഡ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ബസ്സുകൾ കയറാതെ ഇന്നും നോക്കുകുത്തിയാണ്. ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും യാത്രക്കാർ പുറത്ത് പാതയോരത്ത് മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് കുളപ്പുള്ളിയിൽ. സ്റ്റാൻഡ് ഇപ്പോൾ ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമായി. പാലക്കാട്ട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഒറ്റപ്പാലത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി ആളുകളെ കയറ്റി ഇറക്കണം എന്നതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ സ്വകാര്യ ബസ്സുകളും KSRTCയും പൂർണ്ണമായും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ ഒഴിവാക്കിയ സ്ഥിതിയാണ്. ദിനംപ്രതി നൂറുകണക്കിന് ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടിൽ സമയനഷ്ടമാണ് കുളപ്പുള്ളി സ്റ്റാൻഡിനെ ഒഴിവാക്കാൻ കാരണമായി ബസ് തൊഴിലാളികൾ പറയുന്നത്. റോഡിലെ കുഴികൾ കാരണം സമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കൂടി കയറിയാൽ 10 മിനിറ്റ് കൂടുതൽ നഷ്ടമാകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡും ഇരിപ്പിടങ്ങളുമെല്ലാം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ്. ബസ്സുകൾ കയറാതായതോടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണിപ്പോൾ. ഇവിടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കുറേ മാസങ്ങളായിട്ട് ഇവിടെ ബസ് കയറുന്നില്ല. അതിൽ ഇവിടുത്തെ ഒരുപാട് വ്യാപാരികൾ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ 2 മാസം മുന്നേ പോലീസുകാർ ചർച്ച വെച്ചിട്ട് ആ 2 ദിവസം മാത്രം ഇവിടെ ബസ് കയറി. അതിനുശേഷം ഈ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് പോലും കയറുന്നില്ല. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-20 ബസ് നിൽക്കുന്ന കാണാം. അത് അവർ ഓട്ടം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാൻഡ് ചെയ്യണം സമയത്തായി ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറ്റും. അല്ലാത്ത സമയത്ത് ഇവിടെ ബസ് തന്നെ കയറുന്നില്ല. ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വൻ പ്രതിസന്ധിയിലാണ്. ഒരാളുകൾക്കും ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ കച്ചവടമല്ല. സ്റ്റാൻഡിന് പുറത്തു നിന്നാണ് യാത്രക്കാർ ബസ്സുകളിൽ കയറുന്നത്. റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. പലപ്പോഴും അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. KSRTCയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സെന്ററാക്കി കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ മാറ്റിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ മന്ത്രിയും MLAയും ഉൾപ്പെടെ ചർച്ചകൾ നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. 2005-ലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായത്. പിന്നീട് പല ഘട്ടങ്ങളിൽ ബസ്സുകൾ കയറുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഏതാനും വർഷങ്ങളായി തീർത്തും നോക്കുകുത്തിയാണ് കുളപ്പുള്ളിയിലെ ഈ ബസ് സ്റ്റാൻഡ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വഴിവിളക്ക് സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചില്ല. സ്വന്തം ചിലയിൽ വാർഡ് പ്രദേശത്ത് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് അംഗമായ VM അൻവർ സാദിഖാണ് തന്റെ വാർഡ് പ്രദേശത്ത് 11ഓളം വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. മണ്ണൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട എരണിപ്പറമ്പ്, പള്ളിപ്പടി, കോൽക്കാട്, കനാൽ റോഡ്, ഇടമുറി തുടങ്ങിയ ഗ്രാമീണ മേഖലകളിലാണ് 11ഓളം വഴിവിളക്കുകൾ അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. വഴികളിൽ വൈദ്യുതി ലൈൻ ഉണ്ടെങ്കിലും വർഷങ്ങളായി തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ പ്രദേശങ്ങൾ കൂരിരുട്ടിലാണ്. പന്നിശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും നേരിട്ടും പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ 3 വർഷത്തോളമായി നടപടിയായില്ലെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ഇതോടെ പ്രദേശത്തുകാർ കാത്തിരിപ്പ് തുടരുകയായിരുന്നു. പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് സ്വന്തം ചെലവിൽ 1.5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. ഈ റോട്ടിലൂടെ സഞ്ചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നെന്ന് നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത വാക്കാണ് നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് തരിക എന്നുള്ളത്. 3 വർഷത്തോളമായി പഞ്ചായത്തിനോട് നിരവധി തവണ പഞ്ചായത്ത് ബോർഡിലും അല്ലാതെ രേഖാമൂലവും ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ലൈറ്റ് സ്ഥാപിച്ചത്. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഇനി ഞങ്ങൾക്ക് ലൈറ്റുകൾ ഇനി ആനുകൂല്യങ്ങൾ കിട്ടണം, എന്നാലേ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തോൽപ്പാവക്കൂത്ത് വയോജന സേവാ പുരസ്കാരം നേടിയ KL രാമചന്ദ്ര പുലവരെയും തോൽപ്പാവക്കൂത്ത് ആചാര്യന്മാരെയും വാണിയംകുളത്ത് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ ഒരു വലിയ ഒരു അസറ്റാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അസറ്റാണ് ആ ജനകീയ ആസൂത്രണത്തിൽ. തുടർന്ന് ഇപ്പോൾ നമ്മളവിടേക്ക് എത്തിച്ചത് നമ്മളെ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം വയോജന സൗഹൃദമാവണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് വയോജന സൗഹൃദമാവണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കാനുള്ള കാരണം നമ്മുടെ സംസ്ഥാനത്ത് 85 ലക്ഷം വീടുകളുണ്ട്. ആ 85 ലക്ഷം വീടുകളിൽ വിവിധ കാരണം കൊണ്ട് അതിൽ ഏതാണ്ട് 23% വീടുകൾ ഇപ്പം മുതിർന്ന പൗരന്മാർ മാത്രമാണ്. പഞ്ചായത്ത് അംഗം VP പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥ പുലവർ, TP ഭാസ്കരൻ, O കുമാരൻ, EV ഗോപി, ലക്ഷ്മണ പുലവർ, വിപിൻ പുലവർ എന്നിവർ സംസാരിച്ചു. KL രാമചന്ദ്ര പുലവർ, KP മാധവൻ, P രാമകൃഷ്ണ പുലവർ, സുബ്രഹ്മണ്യ പുലവർ, ഗോമതിയമ്മ എന്നിവരെയാണ് ആദരിച്ചത്. രാമചന്ദ്ര പുലവരുടെ ജീവിതയാത്രയും അദ്ദേഹത്തിൻ്റെ കലാജീവിതവും എന്ന ഡോക്യുമെൻ്ററിയുടെ YouTube പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയുടെ മണ്ണിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള 7th ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരമൊരുങ്ങുന്നു. വിളയൂർ ലക്കി സ്റ്റാർ കണ്ടങ്കാവിന്റെ നേതൃത്വത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായാണ് 41 മത്സരങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നടക്കുക. പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി 20 ടീമുകളാണ് മാറ്റിരയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി പ്രീമിയർ ലീഗിന്റെ ലോഗോ പട്ടാമ്പി തഹസിൽദാർ കിഷോർ, പട്ടാമ്പി മുനിസിപ്പാലിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ P വിജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്നും വെളിയൂർ പഞ്ചായത്തിൽ നിന്നും 3 ടീമുകൾ വീതവും വല്ലപ്പുഴ, കുലുക്കല്ലൂർ, കൊപ്പം, തിരുവേഗപ്പുറ, മുതുതല, പരുതൂർ, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും 2 ടീമുകൾ വീതവും ഉൾപ്പെടുത്തിയാണ് മത്സരം നടക്കുന്നത്. 4 ടീമുകൾ ഉൾപ്പെട്ട 5 ഗ്രൂപ്പുകളായിട്ടായിരിക്കും മത്സരം നടക്കുക. ഓരോ പ്രദേശത്തു നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ടീമുകൾക്കായിരിക്കും യഥാക്രമം പ്രീമിയർ ലീഗിൽ അവസരം ലഭിക്കുക. വിജയികൾക്ക് പട്ടാമ്പി പ്രീമിയർ ലീഗ് പ്രത്യേകം തയ്യാറാക്കിയ ട്രോഫിയും ക്യാഷ് പ്രൈസും മെഡലും സർട്ടിഫിക്കറ്റും, റണ്ണേഴ്സിന് ക്യാഷ് പ്രൈസും മെഡലും സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. ടൈറ്റിൽ സ്പോൺസർ, വിന്നേഴ്സ് ട്രോഫി, റണ്ണേഴ്സ് ട്രോഫി, ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവ സ്പോൺസർഷിപ്പ് ആയിരിക്കും. സ്പോൺസർമാരെ ഒരുക്കുന്നതിനുള്ള ശ്രമം ഉടൻ ആരംഭിക്കുമെന്നും ഓരോ പഞ്ചായത്തിൽ നിന്നും വരുന്ന ടീം അതാത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സാക്ഷ്യപത്രം കൂടി ടീം ഫയലിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായികമേഖലയിൽ വളരെ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളുടെ എല്ലാവിധ സാധ്യതകളും ഉള്ളൊരു പ്രദേശമാണ്. പക്ഷെ എന്നാൽ ഫുട്ബോൾ മേഖലയിൽ നിരവധി കളിക്കാർ വിവിധ പ്രദേശങ്ങളിലുണ്ടെങ്കിലും അവരുടെ ഒരു ഏകോപനം ഇതുവരെ സാധ്യമായിട്ടില്ല. ആ ഒരു ഏകോപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടുത്തി ഒരു പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്നൊരു പേരിലുള്ള ഒരു ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ്. ലക്കി സ്റ്റാർ കണ്ടേങ്കാവാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ കളികൾ നടക്കുക. നമ്മളെല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 2 ടീം വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 ടീം വീതവുമാണ് ഈ കളിയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെ ചുരുക്കിയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സലീം മാലിക്, മുഹമ്മദ് അസ്ലം, അബ്ദുൽ സമദ്, ഷാക്കീർ, C മുസ്തഫ, K അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറിയുടെ പ്രഥമ PK സുധാകരൻ സ്മാരക പുരസ്കാരത്തിന് നന്ദിനി മേനോന്റെ ആംചോ ബസ്റ്റർ എന്ന യാത്രാ വിവരണ കൃതി അർഹമായതായി ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 11-ന് ഒറ്റപ്പാലത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് പുരസ്കാര സമർപ്പണം നടത്തും. നിബിഡ വനങ്ങളും തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭയാശങ്കകളും നിലനിൽക്കുന്ന ബസ്തറിലെ ആദിവാസി ഗോത്രവർഗ മേഖലകളിലൂടെ എഴുത്തുകാരി നടത്തുന്ന സാഹസികമായ സഞ്ചാരങ്ങളാണ് കൃതിയുടെ ഇതിവൃത്തം. മികവുറ്റ ഭാഷയും വശ്യമനോഹരമായ അവതരണ രീതിയും ഈ കൃതിയെ ശ്രദ്ധേയമാക്കുന്നുവെന്ന് K നാരായണൻ, ഡോക്ടർ CP ചിത്രഭാനു, ഡോക്ടർ EA സുര, സംഗീത ചേന്നമ്പുലി എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര നിർണയ സമിതി
വിലയിരുത്തി. 11-ന് രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന PK സുധാകരൻ അനുസ്മരണ സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പുരസ്കാരം സമർപ്പിക്കും. ഒരു 1962 മുതലെങ്കിലും ആജീവനാന്ത അംഗമായി ആണ് ഞാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ എനിക്കതിലുള്ള പ്രസക്തി. ഇപ്പൊ ഇക്കുറി നമ്മുടെ ഉഷ ടീച്ചർ എന്നെ ക്ഷണിച്ചു ഇതിന്റെ ഒരു വിധി നിർണായക സമിതിയിൽ ഇരിക്കണമെന്നും അതുപോലെ സംഗീത പ്രാഥമികമായ സെലക്ഷൻ കഴിഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചത്. 4 തീർച്ചയായിട്ടും നല്ല പുസ്തകങ്ങളായിരുന്നു. ഒന്ന് ഈ നന്ദിനി മേനോന്റെ പുസ്തകം, മറ്റത് പ്രസിദ്ധ പത്രപ്രവർത്തകനായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണന്റെ പുസ്തകം, പിന്നെ വേറെ 2 പുസ്തകങ്ങൾ. ഒന്നും മോശമല്ല, എല്ലാം തുല്യം എന്ന് പറയാവുന്ന മട്ടിൽ നിലവാരമുള്ള 4 പുസ്തകങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഒന്നിനെ സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ആംജോ ബസ്തറിന് നമ്മൾ ആ സമ്മാനം നിർദ്ദേശിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം മറ്റേതൊക്കെ മറ്റേതായിട്ട് രണ്ടാമത്തെ വന്ന വെങ്കടേഷ് രാമകൃഷ്ണന്റെ പുസ്തകം വളരെ നല്ലതാണ്. വഴിവിട്ട യാത്രകൾ നല്ല പുസ്തകമാണ്. പക്ഷെ അതിനേക്കാൾ ഇതിലേറെ മെച്ചം അത് പത്രപ്രവർത്തന യാത്രയാണ്, ഇൻഫർമേഷനും കാര്യങ്ങളും തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. ചടങ്ങിൽ വെച്ച് മികച്ച വായനശാലയ്ക്കും ലൈബ്രറിയനും പുരസ്കാരം നൽകും. ഒറ്റപ്പാലത്തെ പ്രാദേശിക പത്രപ്രവർത്തകരായ PR ഉണ്ണി, ജഗദീഷ്, E രാമചന്ദ്രൻ എന്നിവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ KC നാരായണൻ, ഡോക്ടർ CP ചിത്രഭാനു, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN മോഹനൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P സുധീർ, സെക്രട്ടറി C വിജയൻ, വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നവോദയ വിദ്യാലയങ്ങളുടെ കലോത്സവമായ കലോത്സവ് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നു. വിക്ടോറിയ കോളേജ് താരതമ്യ പഠന വിഭാഗം റിസർച്ച് ഗൈഡും നർത്തകിയുമായ ഡോക്ടർ N നീള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ C വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ CV പ്രമീള, C വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 18 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 8 ഇനങ്ങളിലാണ് മത്സരം. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെന്നെ താലി കെട്ടെന്ന് വിചാരിച്ചേ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ മുടി കെട്ടും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ മേക്കപ്പ് ചെയ്യും. അത് ചോദിക്കാൻ തനിക്ക് എന്താ ഇത്ര അവകാശം? ആഹാ ധിക്കാരി, നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാം. നിങ്ങളെന്നെ തല്ലിയല്ലേ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണികുളം പനയൂരിൽ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തിയുള്ള റേഷൻ മസ്റ്ററിംഗിന് തുടക്കമായി. പനയൂർ പറക്കാട്ടുപറമ്പിൽ കുഞ്ഞുമാളുവാണ് ആദ്യ മസ്റ്ററിംഗ് നടത്തിയത്. ഈ മാസം 8 വരെ മസ്റ്ററിംഗ് നടത്താം. റേഷൻ വ്യാപാരി കണ്ണൻ കുഞ്ഞുമാളുവിന്റെ മകൻ സത്യപാലൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരി ക്ലസ്റ്റർ കേരളത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പദ്ധതിയെന്ന് VK ശ്രീകണ്ഠൻ MP. 10,000 കോടി രൂപ പദ്ധതിയുടെ ഭാഗമായി പാലക്കാടിന് മാത്രം ലഭിക്കും. പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി അടുത്ത ഏപ്രിലിൽ പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ നിന്ന് 12ഓളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്നും MP. പാലക്കാടിന് പ്രത്യേക കാർഷിക പാക്കേജ് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകും. ദിശ അവലോകന യോഗം ജില്ലാ ആസ്ഥാനത്ത് ചേർന്നു. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. ഊർജ ഉൽപാദനത്തിന് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് വലിയ പ്രാധാന്യം. പാലക്കാട് KCB ഡിവിഷൻ ഉപഭോക്തൃ സംഗമം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മണ്ണൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചത് മണ്ണൂർ വെസ്റ്റ് അകവണ്ട സ്വദേശി മുസ്തഫയുടെ മകൾ സഫ ഫാത്തിമ. പത്തിരിപ്പാല സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ സഫയെ പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരാഴ്ച മുൻപ്. പറളിയിലെ പാടശിഖരങ്ങളിൽ അഴുകൽ രോഗം പടരുന്നു. ഓടന്നൂർ മുണ്ടപ്പാടത്ത് 50 ഏക്കറോളം നെൽകൃഷി നശിച്ചു. കൊയ്ത്തുവേളയിലെ രോഗബാധ കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൊയ്ത്തുകൂലി നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയെന്ന് കർഷകർ. കുളപ്പുള്ളിയിൽ വെറുതെ ഒരു ബസ് സ്റ്റാൻഡ്.
സമയനഷ്ടം ചൂണ്ടിക്കാട്ടി ബസ്സുകൾ തടഞ്ഞ സ്റ്റാൻഡ് ഇപ്പോൾ ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രം. സ്റ്റാൻഡിന് പുറത്ത് തിരക്കേറിയ പാതയിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. ബസ് സ്റ്റാൻഡിനെ KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററാക്കാനുള്ള ശ്രമവും എങ്ങും എത്തിയില്ല. ബസ്സുകൾ കയറാതായതോടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളും പ്രതിസന്ധിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.